പ്രൈസ് ദ ലോർഡ്. ഏപ്രിൽ മാസം 1-ാം തീയതിയിലേക്ക് പ്രവേശിക്കാൻ ദൈവം കൃപ തന്നല്ലോ. എല്ലാവർക്കും പ്രത്യേകം വന്ദനം. ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ആശ്രയിക്കാം, ശക്തിപ്പെടാം. കർത്താവിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. ഒരു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി ആ മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീഴും എന്ന കാരണം കൊണ്ട് ഒരിക്കലും പേടിക്കില്ല. അയ്യോ, ഞാൻ വന്നിരുന്നത് മരക്കൊമ്പായി പോയല്ലോ, ഒടിയുന്ന ഈ മരക്കൊമ്പിൽ തന്നെ ആയിപ്പോയല്ലോ, ഇതെൻ്റെ വിധിയായിപ്പോയല്ലോ, ഇങ്ങനെയുള്ള പേടിയൊന്നും ഈ പക്ഷിക്കില്ല. കാരണം ആ മരക്കൊമ്പിൽ നിന്ന്, ഒടിഞ്ഞു തൂങ്ങുന്ന മരക്കൊമ്പിൽ നിന്ന് പറന്ന് മുകളിലോട്ട് ഉയരാൻ ശേഷിയുള്ള 2 ചിറക് തനിക്കുണ്ട്. ഈ ഒരു ഉറപ്പാണ് പക്ഷിയെ ധൈര്യശാലിയാക്കുന്നത്. നാം നമ്മുടെ ചിറകുകളെ ബലപ്പെടുത്തണം. നാം നമ്മെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. നാം കാലെടുത്ത് വയ്ക്കുന്ന പല മേഖലകളും ഒടിയുന്നതും പൊളിയുന്നതും താഴ്ന്നു പോകുന്നതായിരിക്കാം. എന്നാൽ അവിടുന്ന് ഉയർന്നു വരാനുള്ള ശക്തി നമ്മുടെ പക്കലുണ്ടെങ്കിൽ, കഴുകനെ പോലെ ചിറകടിച്ച് കയറുന്നവരാണെങ്കിൽ, ഏത് സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഏപ്രിൽ മാസത്തിൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള ചിറകുകൾ, സ്വർഗീയ ചിറകുകൾ എല്ലാവർക്കും, വിശ്വാസത്തിൻ്റെ ചിറകുകൾ, പ്രതീക്ഷകളുടെ ചിറകുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുന്നല്ലോ. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അകമേ യഹൂദൻ ആകുന്നതത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവൻ്റെ പ്രശംസ മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവം പ്രശംസിക്കുന്ന ഒരു കൂട്ടർ, ദൈവത്തിൽ നിന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പേര് കേൾക്കുന്ന ഒരു കൂട്ടർ, അത് പുറമേ ഒരു മതത്തിൻ്റെ ആചാരത്തിൽ ജീവിക്കുന്നവരല്ല. സാക്ഷാൽ യഹൂദൻ. പുറമേ യഹൂദൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണാൻ ഒരു യഹൂദൻ്റെ മോടികളുണ്ട്, നടപ്പുണ്ട്, വസ്ത്രധാരണങ്ങളും എല്ലാം ആ യഹൂദ മതത്തിൻ്റെ കുറേ വിശേഷതകൾ പുറമേ കാണിക്കുന്നവരുണ്ട്. എന്നാൽ സാക്ഷാൽ യഹൂദൻ എന്ന് പറഞ്ഞാൽ സ്തുതിയാണ്, ആരാധനയാണ്. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. എപ്പോഴും സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്നവർ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പാടുന്ന വ്യക്തി. ആഗമേ, പുറമേ ഒന്നും കാണിക്കാനില്ലെങ്കിലും ആഗമേ ഒരു വിശ്വാസിയാണോ? പുറമേ വലിയ പ്രസംഗമൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ജീവിക്കുന്ന വിശ്വാസിയാണോ? അത് കർത്താവിനെന്നും വലിയ പ്രസാദമായിരിക്കും. അപ്പോൾ പുറമേ കാണുന്ന മതത്തിലല്ല, ആഗമേ. 1 ശമൂവേൽ 16:7 ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ശമൂവേൽ ചെല്ലുമ്പോൾ 7 സഹോദരന്മാരെ അഭിഷേകം ചെയ്യാൻ മൂത്തവൻ മുതൽ ഇളയവൻ വരെ സ്വന്തം അപ്പൻ കൊണ്ടുവന്ന് നിർത്തി. എന്നാൽ ദൈവം പറഞ്ഞു, ഈ 7 പേരുമല്ല, ഞാൻ പുറമേ അല്ല നോക്കുന്നത്. പുറമേ ഈ 7 പേരും ഭയങ്കര മിടുക്കരാണ്. എന്നാൽ ആഗമേ മിടുക്കനായ ഒരുവൻ ആ വീട്ടിലുണ്ട്. അവനെ അപ്പനും അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല, സഹോദരന്മാർക്കും വലിയ താല്പര്യമില്ല. വലിയ മതിപ്പില്ലാത്തവൻ, പേരില്ലാത്തവൻ, മാന്യതയില്ലാത്തവൻ, എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരുവൻ. അവൻ പാടുന്നവൻ, അവൻ സ്തുതിക്കുന്നവൻ, പാട്ടുകൾ എഴുതുന്നവൻ, കിന്നര വായനയിൽ നിപുണൻ. അവൻ എപ്പോഴും കർത്താവിലാണ്. നിന്റെ രഹസ്യ ജീവിതമാണ് ദൈവപ്രസാദം കൊണ്ടുവരുന്നത്. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായി ഏലിയാവ്. ഏലിയാവ് അവിടെ എന്ത് ചെയ്തു എന്ന്, ഗിലെയാദിൽ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടില്ല. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അവനെ ദൈവം കർമ്മേലിൽ ഏറ്റവും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു.
ദൈവം അവനെ എടുത്തു പുറത്തു കൊണ്ടുവന്നു. നമ്മുടെ രഹസ്യ ജീവിതത്തിലെ ദൈവിക ബന്ധമാണ് നമ്മളെ പരസ്യമായിട്ട് ആദരിക്കുവാൻ ദൈവം വഴിയൊരുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ പുറമേ കാണുന്നു, വസ്ത്രം, സ്ഥാനം, പേര്, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം നോക്കുന്ന ഹൃദയമാണ്. ദാവീദിൻ്റെ ഹൃദയം. ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ദാവീദോ എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. ആവർത്തന പുസ്തകം 10:16 നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യുവിൻ. പരിച്ഛേദനം എന്നുള്ളത് അബ്രഹാമിനും അബ്രഹാമിൻ്റെ മക്കൾക്കും പരമ്പരാഗതമായി കൊടുത്ത ഒന്നാണ്. അതിപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. അത് അബ്രഹാമിൻ്റെ മക്കൾക്കെല്ലാം പരിച്ഛേദനയുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, ആവർത്തനം 10:16 ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യുവിൻ. എന്താ അതിൻ്റെ അർത്ഥം? ഹൃദയം കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. ഹൃദയത്തിലെ പാപത്തെ കളയാനാണ് ആ പറയുന്നത്. ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം, പാപം ഉപേക്ഷിക്കുക, അഹങ്കാരം കളയുക. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത് യോഹന്നാൻ 4:24 സത്യ നമസ്കാരികൾ പിതാവിനെ മലയിലല്ല ആരാധിക്കേണ്ടത്, അവിടെ ഇവിടെയല്ല ആരാധിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും. അപ്പോൾ പുറമേ നോക്കുമ്പോൾ ആ മലയിലും ഈ സ്ഥലത്തും ഈ ദേവാലയത്തിലൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ട്. അതല്ല, ആത്മാവിൽ ആരാധിക്കണം. അതാരും അറിയില്ല. സത്യത്തിൽ ആരാധിക്കണം. നമ്മുടെ സത്യവും ആത്മീയ ജീവിതവും ആർക്കും അളക്കാൻ കഴിയില്ല. അതാരെയും കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഉള്ളിലാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുറമേയല്ല, ക്രിസ്തീയ ജീവിതം ആകമേ ആരംഭിക്കുന്നത്. ഒരു വൃക്ഷമാകുന്നത്, ഒരു മാവാകുന്നത് ആ മാവിൻ്റെ മാങ്ങാണ്ടി മണ്ണിനടിയിൽ ചെന്നതുകൊണ്ടാണ്. ആ ഉള്ളിൽ ചെന്ന് ആദ്യം വേര് കുറച്ചുകൂടി താഴോട്ട് പോയി. അത് ലോകം കണ്ടില്ല. ലോകം കണ്ടത് 2 നാമ്പ് വരുന്നതും പിന്നെ മുകളിലോട്ടുള്ള വളർച്ചയാണ്. മുകളിലോട്ടുള്ള വളർച്ച പോലെ തന്നെ ഈ മുകളിലോട്ടുള്ള ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന അകത്തോട്ടുള്ള ഒരു ജീവിതവും കൂടി എല്ലാ വൃക്ഷങ്ങൾക്കും ഉണ്ട്. പ്രകൃതി നമുക്ക് ഒത്തിരി കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ആകമേയുള്ള ജീവിതമാണ് നമ്മുടെ പുറമേയുള്ള ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത്. കാറ്റടിച്ചാലും എത്ര കൊടുങ്കാറ്റ് വന്നാലും ഈ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം അത് ആകമേ ഉള്ളിലോട്ട് കുറേ വളർന്നവരാണ്. അപ്പോൾ ഈ സത്യങ്ങൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ സത്യങ്ങൾ, ദൈവവചനം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്തത് ഗലാത്യ ലേഖനം 1:10 ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവോ? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവരോട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ചക്കര വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് പ്രശംസിച്ച് നമ്മുടെ കാര്യമൊക്കെ നടക്കും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ഒരു കളിപ്പീരും നടക്കത്തില്ല. അവൻ്റെ സന്നിൽ വീഴണം. ഹൃദയം തകർന്ന് പാപം ഏറ്റുപറഞ്ഞ് മാനം തിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിൽ വീഴാമോ? താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും. താഴ്മയുള്ളവർ ദൈവസന്നിൽ വീണ് ആരും അറിയാതെ ഒറ്റയ്ക്ക് ദൈവസന്നിൽ വീണ് കിടക്കുന്നവർ. ജോസഫിൻ്റെ രഹസ്യ ജീവിതമാണ് അവനെ പരസ്യമായ ശ്രേഷ്ഠനായി ശക്തനായി മാനിക്കാൻ കാരണമായി തീർന്നത്. അപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ദൈവം നമ്മെ പേര് ചൊല്ലി വിളിച്ചത്. ഈ പുതിയ മാസം നമ്മൾ ആഗമ യഹൂദനായി മാറണം, സാക്ഷാൽ യഹൂദനായി മാറണം. റോമാലേഖനം 2:28-29 അങ്ങനെയാണ്. പുറമെ യഹൂദനായവനല്ല, പുറമെയുള്ള പരിച്ഛേദനയല്ല, ആഗമേ, പുറമെയുള്ള സ്തുതിയുമല്ല. പുറമേ ഒരു മീറ്റിങ്ങിൽ നിൽക്കുമ്പോൾ, പാടുമ്പോൾ, കൈ ഉയർത്തുമ്പോൾ,
ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ അകമേയുള്ളൊരു സ്തുതിയുണ്ട്. അതിനെ ആർക്കും നിർത്തുവാൻ കഴിയില്ല, അതിനെ ആർക്കും തടയുവാൻ കഴിയില്ല. അകമേ യഥാർത്ഥ വിശ്വാസമുള്ളവനെ കാറ്റടിച്ചാലും പേമാരി പെയ്താലും നദികൾ പൊങ്ങിയാലും അങ്ങനെയുള്ളവൻ ദൈവകൃപ വിട്ട് പോകില്ലെന്ന് ദൈവവചനം ആഴത്തിൽ വേരൂന്നിയ ഒരു വൃക്ഷത്തെക്കുറിച്ച്, ദൈവവചനം വേരൂന്നതിനെക്കുറിച്ച് വൃക്ഷത്തിൻ്റെ ഉപമയിൽ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ആറ്ററമ്പത്തുള്ളത്, തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇല വാടാത്ത വൃക്ഷം പോലെ അകത്തോട്ട് വളർന്നതാണ്, ആഴത്തിൽ വേര് വന്നതാണ്. ആ വേരാരും കണ്ടില്ല. അത് ഭൂമിയുടെ ഉള്ളിലേക്ക്, ഇരുട്ടിലേക്ക് പോയി. ഏകാന്തതയിൽ ദൈവവുമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വേരിങ്ങനെ അന്വേഷിച്ചു പോവുകയാണ്, ജീവൻ അന്വേഷിച്ച് പോവുകയാണ്, വെള്ളം അന്വേഷിച്ച് പോവുകയാണ്. ഇതുപോലെ ദൈവത്തിലേക്ക് വേരൂന്നിയ ഒരു വൃക്ഷമായി നമ്മൾക്ക് നിൽക്കാം. അങ്ങനെ ആകമേ ഒരു ശരിയായ സ്തുതി, ആകമേ എല്ലാം ഒറിജിനൽ, ആരെയും കാണിക്കാൻ ഒന്നും ചെയ്യണ്ട, ദൈവത്തെ പ്രസാദിപ്പിക്കുക. കൊടുക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുക, അതിനെ ആരും വിളിച്ചു കൂവാതെ എന്ത് ചെയ്താലും ഉള്ളം കൊണ്ട് ചെയ്യുക. ഇതാണ് കർത്താവിൻ്റെ ദാസൻ പൗലോസ് പറയുന്നത്. എല്ലാം ഉള്ളം കൊണ്ട്, സാക്ഷാൽ അകമേയുള്ള ക്രിസ്തീയ ജീവിതം നമ്മൾ തുടങ്ങിയിട്ടില്ല. അത് നമുക്ക് തുടങ്ങണം. ആരും കാണാൻ വേണ്ട, ആരും നമ്മളെ കൈയടിക്കാൻ നമുക്ക് ആൾക്കാർ വേണ്ട, ആരും പ്രശംസിക്കാൻ വേണ്ട, അഭിനന്ദിക്കാൻ വേണ്ട. ദൈവം പ്രശംസിക്കുന്നവരായി മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകൾ എത്രയോ വിലപ്പെട്ടതാണ്. സാധാരണ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എല്ലാ എപ്പിസോഡുകളിലും ഉണ്ട്, അത് വേണം. എന്നാൽ അതിനേക്കാൾ ഇങ്ങനെയുള്ള ആത്മീക ജീവിതത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട് അത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് ഈ മൂല്യമേറിയ സ്വഭാവം വേണം. ആരെയും കാണിക്കാതെ, ആരും അറിയാതെ ദൈവത്തെ ഹൃദയം കൊണ്ട് സേവിക്കുന്ന സത്യാന്വേഷികളായി, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നവരും ജീവിക്കുന്നവരുമായി മാറാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ഈ ഏപ്രിൽ മാസം എല്ലാ നിലയിലും ജനങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഏപ്രിൽ മാസത്തെ ചൂടിനെ അതിജീവിക്കാനുള്ള എല്ലാവിധ കൃപയും സാധ്യതകളും കൊടുക്കണമേ. എല്ലാ തടസ്സങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിയണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. ഈ മാസം തീർച്ചയായിട്ടും ഒരാത്മീക ജീവിതത്തിൻ്റെ ആഴത്തിൽ ദൈവം നിങ്ങളെ നടത്തും, ഉയർത്തും. ആകമേ ഒറിജിനൽ വിശ്വാസിയായി ജീവിപ്പാൻ നമ്മെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാം. നാളെ നമുക്ക് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല, പകരം മറ്റന്നാൾ ഗുഡ് ഫ്രൈഡേ ആണ്. മലയാളികൾക്ക് ദുഃഖവെള്ളിയും ഇംഗ്ലീഷുകാർക്ക് ഗുഡ് ഫ്രൈഡേയും. ഏതായാലും ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളി, ആ ദിവസം മറ്റന്നാൾ നമുക്ക് ഒരുമിച്ച് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും തന്നെ കടന്നു വരണം. നിങ്ങളുടെ ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെ എല്ലാം ഈ പ്രത്യേക മീറ്റിങ്ങിലേക്ക് പ്രത്യേകം വിളിച്ചുകൊണ്ട് വരിക. നമുക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാം. ആ ദിവസം അനുഗ്രഹമാക്കി നമുക്ക് ഒരുമിച്ച് മാറ്റാം. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ സ്നേഹത്തിൽ നിന്നുമെന്നേ വേർപിരിപ്പാനാവുമോ?